ഇനി വയ്യ. എനിക്കുണ്ടൊരു ഐഡന്റിറ്റി. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നടത്ത തന്നെ ചെയ്യും. തോന്നിവാസം പോലെ ജീവിക്കുന്നത് ഇവിടെ അല്ല, പുറത്ത്. ഓഹോ, അപ്പൊ ഇവിടുന്ന് ഇറങ്ങണോ ഞാൻ? അല്ല, എനിക്കൊരു സംശയം. ഞാനെന്താ നിങ്ങൾക്കുണ്ടായതല്ലേ? എന്താമേ, പഴിച്ചു പറ്റുണ്ടായത് മറ്റാണോ ഞാൻ? ആരോട് എന്താ സംസാരിക്കുന്ന തലയ്ക്ക് വെളിയും വേണം. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ സൽപുത്രം മതിയെങ്കിൽ പിന്നെ ഞാൻ എന്തിനോട് അധികപ്പറ്റായിട്ട് ഇവിടെ. എന്താടാ? സാറിനെ വിളിച്ചോണ്ടില്ല സിദ്ധാർത്ഥ മുതലാളി പറഞ്ഞു വിട്ടതാ. ഞാനിനി ആ വീടിന്റെ പടി ചവിട്ടില്ലെന്ന് ചെന്ന് പറഞ്ഞേക്ക് എന്റെ മുതലാളിയോട്. സേതു, നീ അങ്ങനെ പറയരുത്. പവിത്രം വിളിച്ചാൽ നീ വന്നില്ലെങ്കിലും തോന്നിയതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് തിരിച്ചു വരണം. എന്തിന്? നിങ്ങളുടെ ഒന്നും ചൊൽപ്പടിക്ക് നിൽക്കാൻ എന്നെ കിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് പോവാം. മോനെ, ഒന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. നിന്റെ കാര്യം അങ്ങനെയല്ല. ഇനി ആശ്വാസവും ആശ്രയമൊക്കെ നീയാണെന്ന് വിശ്വസിക്കുന്നവരെ നീയായിട്ട് വേദനിപ്പിക്കരുത്. എന്നോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ തിരിച്ചു വരണം. അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. കണ്ടില്ലേ, സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ അങ്ങേർക്ക്. എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിന്റെ സമനില തെറ്റുമ്പോ 5-10 മിനിറ്റ് കാട്ടിക്കൂട്ടുന്ന ബഹളേ ഉള്ളൂ. പാവമാണ് മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ വീണ്ടും അസുഖം വരാൻ കാരണക്കാരനായ നിങ്ങളോട് ഒരു പകയും കാണിക്കാതെ ഇവിടെ വന്ന് കെഞ്ചിയത്. ആ സ്നേഹവും വാത്സല്യവും തിരിച്ചറിയാനും വേണം ഒരു മനസ്സ്. ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. കുറ്റബോധമൊന്നും വേണ്ട. നീ വന്നല്ലോ, എനിക്കത് മതി. ഏട്ടനെ ഞാൻ അനുസരിച്ചില്ലേ? ഇനി എനിക്ക് പറയാനുള്ളത് ഏട്ടൻ കേൾക്കണം. ആ തൊഴിലാളികളായിട്ട് ഏട്ടൻ ഇങ്ങനെ മിങ്കിൾ ചെയ്യരുത്. സേതു, ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു മൂഴ്വട്ടനായി തീരുമെന്നുള്ളത് ഉറപ്പാ. അന്ന് തെരുവിലൂടെ അലയുമ്പോ വിളിച്ചൊരു പിടി ചോറ് തരാൻ ഞാൻ ഈ സ്നേഹിക്കുന്ന തൊഴിലാളികളെ ഉണ്ടാവും. എന്റെ മോന്റെ അടുത്ത് ചെന്ന് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത ഈ ദുരവസ്ഥ എന്നാ ശ്രീദേവി അവസാനിക്കുക? അതോ മരണം വരെ ഞാനും അവനും തമ്മിലുള്ള അകലം ഇങ്ങനെ തന്നെ നിൽക്കൂ? നിങ്ങൾ സേതുവിനെ അംഗീകരിച്ചാൽ മാത്രം പോരാ. എന്നോട് എങ്ങനെയായിരുന്നോ അതുപോലെ അവനോട് സഹകരിക്കുകയും വേണം. നിങ്ങളുടെ നന്മ കൂടെ കണക്കാക്കി എന്ത് തീരുമാനം എടുക്കുമെന്ന് സേതു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. മോനെ, ഇജ്ജ് എന്ത് പറഞ്ഞാലും നമ്മൾ റെഡി. എന്നേക്കാൾ പഠിപ്പ് അറിവുള്ള നീ തന്നെയാണ് എന്തുകൊണ്ടും ഈ കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ യോഗ്യൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എടോ, താനെങ്ങോട്ടാ? മുതലാളി എങ്ങോട്ടാണ്? അങ്ങോട്ട്, പതിവ് പോലെ. തനിക്കതല്ലല്ലോ ജോലി. കമ്പനിയിൽ നിന്ന് ശമ്പളം കിട്ടണമെങ്കിൽ സെക്ഷനിൽ പോയി ജോലി ചെയ്യണം. അല്ല, എന്ന് പവിത്ര, സേതു പറഞ്ഞത് ശരി. നീ എന്റെ കൂടെ എനിക്ക് ഇറങ്ങി നടക്കണ്ട. ചെന്ന് പണിയെടുക്ക. പറഞ്ഞത് കേട്ടില്ലേ? എന്നാ വേഗം സെക്ഷനിലേക്കല്ലേ? സൗകര്യപ്പെടില്ല. ഓഹോ, എന്ന് വെച്ചാൽ നിനക്കൊക്കെ മെയ്യനങ്ങാതെ ശാപ്പാടടിക്കാനാണ് താല്പര്യം നടത്താം. അല്ല, തൽക്കാലം ഈ അമേരിക്കൻ പത്രാസിന്റെ കീഴിൽ സൗകര്യപ്പെടില്ല എന്നാ പറഞ്ഞത്. പട്ടിണി കിടക്കേണ്ടി വന്നാലും ഞാൻ സിദ്ധാർത്ഥ മുതലാളിയുടെ കൂടെ നടന്നോളാം. യൂഡിയറ്റ്. Don't shout. This is a tile factory, not a market. If you are American MBA, I am Kerala SSLC.